നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റിന് തൊട്ടുമുൻപ് പാചകവാതക വില വീണ്ടും കൂട്ടി കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത്. 19 കിലോ സിലിണ്ടറിന് 12.50 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. 1924.50 രൂപയിൽ നിന്ന് 1937 രൂപയായി വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പാചകവാതക സിലിണ്ടർ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുമെന്ന വാഗ്ദാനം ചെയ്ത അധികാരത്തിലേറിയ മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് നടക്കാനിരിക്കെയാണ് ഈ ഇരുട്ടടി. രണ്ടാം മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാരാകും പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക. അതേസമയം ഒന്നാം മോദി സർക്കാർ 2019 ഇടക്കാല ബജറ്റിനു പകരം സമ്പൂർണ്ണ ബജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപനം രാഷ്ട്രപതി പാർലമെന്റിൽ നടത്തിയിരുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം അടുത്ത മാസം 9-ന് അവസാനിക്കും. അതേസമയം രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി രണ്ടാം മോദി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം നടത്തിയത്. അതേസമയം രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി രണ്ടാം മോദി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങളായ മണിപ്പൂരോ തൊഴിലില്ലായ്മയോ ഇതുവരെ രാഷ്ട്രപതി സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. രാജ്യത്തിന്റെ നിർണായക വിഷയങ്ങളെല്ലാം മറന്നുകൊണ്ടായിരുന്നു നയപ്രഖ്യാപനം നടന്നത്.